നമസ്കാരം. മലയാള സാഹിത്യത്തിൽ ഒരേയൊരു സുൽത്താനേയുള്ളൂ. ഭാഷയുടെയും വ്യാകരണത്തിൻ്റെയും വേലിക്കെട്ടുകൾ പൊളിച്ചെഴുതി മലയാള സാഹിത്യത്തെ സാധാരണക്കാരൻ ജീവിതത്തോട് ചേർത്ത് നിർത്തിയ ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ. സാധാരണക്കാരിൽ സാധാരണക്കാരനായ നാട്ടുമനുഷ്യൻ്റെ പച്ച ഭാഷയിലുള്ള ഹാസ്യാത്മകമായ രചനകൾ വായനക്കാരെ ഒരുപോലെ കരയിപ്പിക്കുകയും ചെയ്തിപ്പിക്കുകയും ചെയ്തു. അതായിരുന്നു ആ തൂലികയുടെ ശക്തിയും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് ജൂലൈ 5 30 എഴുതുകയുമാണ്. ഒരിക്കലും അലക്കി തേച്ച വടിവത്ത ഭാഷയിൽ അദ്ദേഹം എഴുതിയിട്ടില്ല. ഇത് മലയാളത്തിലെ മറ്റൊരു സാഹിത്യകാരനും അവകാശപ്പെടാൻ സാധിക്കാത്ത വിധം ബഷീറിനെ ജനകീയനാക്കി. തൻ്റേത് മാത്രമായ വാക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിൻ്റെ സവിശേഷത. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ശബ്ദം, മതിലുകൾ, പ്രേമലേഖനം, വിശ്വവിഖ്യാതമായ മൂക്ക്, വിഡ്ഢികളുടെ സ്വർഗം, മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്നിങ്ങനെ മലയാളികൾ എന്നും ഓർത്തുവെക്കുന്ന രചനകൾ ആ തൂലികയിൽ നിന്നും ദ്രാവിയെടുക്കാം. ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നവയായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ. താൻ കണ്ടുമുട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ അദ്ദേഹത്തിൻ്റെ രചനയിലും ആവിഷ്കരിച്ചിട്ടുണ്ട്. നന്ദി.